സാറേ ജീപ്പിന്റെ കാര്യം എന്തായി? കൊണ്ടുപോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എടോ തൊണ്ടി മുതലല്ലേ, അതങ്ങനെ താൻ വന്ന് ചോദിക്കുമ്പോൾ തന്നെ എടുത്തങ്ങ് തരാൻ പറ്റുമോ? എന്റെ സാറേ, ഇതുപോലെ തൊണ്ടി മുതലെന്നും പറഞ്ഞ് പിടിച്ചിരുന്ന വണ്ടിയെല്ലാം മഴയും വെയിലെന്ന് പറഞ്ഞ് നശിച്ചു പോയിട്ടേ ഉള്ളൂ. അതറിയോ? ഓരോരുത്തരെ ഓരോ വണ്ടി വാങ്ങിക്കുന്നത് ആ വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാ. അതെ, ആ ഇഷ്ടങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാ നിങ്ങൾ ഇവിടെ എല്ലാരും പ്രവർത്തിക്കണേ. ഉള്ള കാര്യം പറയാലോ, ഈ കള്ളന്മാര് മുറ്റത്തെടുത്ത ജീപ്പ് എടുത്തോണ്ടോ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കെന്റെ ജീപ്പ് വേണം, അത്ര തന്നെ ഉള്ളൂ. സാറേ, എനിക്ക് എന്റെ ജോലി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലേ എനിക്കെന്റെ ഈ ജീപ്പ് കിട്ടിയേ പറ്റുള്ളൂ. എടോ അങ്ങനെ താൻ വന്ന് പറയുമ്പോ ഒന്നും ജീപ്പ് വന്നിടാനൊന്നും പറ്റില്ല. അതിന് അതിന്റേതായ നിയമങ്ങളും നിയമവശങ്ങളും ഉണ്ട്. എന്ത് നിയമമാണ് സാറേ? ഇതൊക്കെ എഴുതി പിടിപ്പിക്കുന്നത് നിങ്ങളുടെ പേന തുമ്പിലാണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അല്ലേ? അല്ല, ഇനിയിപ്പോ പിടിപ്പിക്കുന്നതിലും വേണോ? അല്ല, ഞാനിപ്പോ അതിന് തയ്യാറാ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണേ. വണ്ടി പെന്റെ ആണല്ലോ, എനിക്ക് എടുത്തു കൊണ്ടോണല്ലോ. ഏയ്, ഞങ്ങളെ ഇതിന്റെ റൂട്ട് പറഞ്ഞതേ ഉള്ളൂ. ആ, ഞാനിപ്പോ ആ റൂട്ട് ഒന്ന് തെളിച്ചു പറയാൻ നോക്കിയതേ ഉള്ളൂ. ആ, സാറേ അറിയാലോ, കളക്ടറുടെ ഭർത്താവാ. ചുമ്മാ വള്ളിയാക്കണ്ട, കൊടുത്തു വിട്ടേക്ക്. ഇയാളാ ചാവി ഇങ്ങെടുത്തുണ്ടോ? ഞാൻ എത്തിയിട്ടില്ല, ഞാൻ വിളിക്കാം. ആ, അതെ, അത് ഈ കേസിന്റെ പ്രൊസീജിയർ അനുസരിച്ച് ചില നിയമാവലികളൊക്കെ ഉണ്ട്. അതെ, കുറച്ച് നൂലാമാലകളൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങളായിട്ട് കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. വണ്ടി കൊണ്ടുപോയിക്കോളൂ. പോട്ടെ സാറേ. ആ, അത് ശരി. അപ്പൊ ചേട്ടനും ചേച്ചിയും കൂടെ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ? കളക്ടറുടെ ഓർഡർ അതനുസരിക്കേണ്ടി വരും. ഞങ്ങൾക്കൂടെ താമസിക്കാൻ സൗകര്യം ഒരുക്കതേ മഹേന്ദ്ര മുതലാളിയാ. മഹേന്ദ്ര മുതലാളി പറയാതെ ഞങ്ങൾ ഇവിടുന്ന് മാറില്ല. അതിപ്പോ പട്ടാളം വന്നാലും മാറില്ല. എന്താ ഇവിടെ പ്രശ്നം? ആരാ ഇവർക്കെന്താ വേണ്ടത്? ഞങ്ങളിപ്പോ ഇവിടുന്ന് മാറിക്കൊടുക്കണമെന്നാ പറയുന്നത്. കളക്ടറുടെ ഓർഡർ ഉണ്ടെന്ന്. മാഡം, ഇതേ മഹേന്ദ്ര മുതലാളിയുടെ കമ്പനിയിലെ തൊഴിലാളികളാ. നിങ്ങൾ പറഞ്ഞാലൊന്നും ഇവര് മാറത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുതലാളിയായിട്ട് സംസാരിക്കാം. അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ഇതേ സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയാ. ഇവിടെ അനധികൃതമായി കയ്യേറിയവരെ ഒഴിപ്പിക്കുക എന്നതാ ഞങ്ങളുടെ ഡ്യൂട്ടി. ആ ഡ്യൂട്ടിക്ക് തടസ്സം വന്നാ ഞങ്ങൾക്ക് പോലീസിന്റെ സഹായം തേടേണ്ടി വരും. ഈ പരുത്തിക്കുന്ന് കോളനി കയറി ഇവിടെ താമസിക്കുന്നവരെ ഒഴിപ്പിക്കാൻ പറ്റുന്ന പോലീസിനെ നിങ്ങൾ കൊണ്ടുവരുമെങ്കിൽ കൊണ്ടുപോവാ. അത്രയും വലിയ പോലീസ് ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ. നീയൊക്കെ ഈ വെല്ലുവിളി നടത്തുന്നത് ജില്ലാ കളക്ടറോടാണ്. അയ്യോ ചേട്ടാ, അതും ഇതും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കല്ലേ. കളക്ടറല്ല മജിസ്ട്രേറ്റ് വന്നാലും ഞങ്ങൾ ഇവിടുന്ന് മാറാൻ പോകുന്നില്ല. പോയി പറഞ്ഞേക്ക്, നിങ്ങളെ പറഞ്ഞയച്ചത് ആരായിരുന്നാലും അവരുടെ കളി പരുത്തിക്കുന്ന് കോളനി നടക്കില്ലാന്ന്. എന്റെ പിന്നെ അങ്ങനെ തന്നെ കാണാം. തോറ്റു മടങ്ങിപ്പോവല്ല ഞങ്ങള്. ഇതിനൊരു മറുപടിയും കൊണ്ട് ഞങ്ങൾ ഇനിയും വരും. അയ്യോ, വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല, ഒരു കത്തയച്ചാലും മതി. എന്താ CBI ആണോ അതോ കേരള പോലീസോ അതോ ഇനി ക്രൈം ബ്രാഞ്ചോ? നീ ഞങ്ങളുടെ മോളാ, അല്ലാതെ നീ ഞങ്ങളുടെ അച്ഛനും അമ്മയും ആവരുത്. നീ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. ഓ, അത് ശരി. അപ്പൊ ഇവിടെ ഒരു വിഷയം ഉണ്ടാവുമ്പോ അത് തിരക്കാൻ പോലെയുള്ള ബന്ധം എനിക്ക് വീടുമായിട്ടില്ലെന്നാണോ അച്ഛൻ പറയുന്നേ? ശ്യാമേ, എടി അങ്ങനെയാണോ അച്ഛൻ പറഞ്ഞത്? നീ എന്തിനാ വെറുതെ ഇല്ലാത്ത കാര്യമൊക്കെ വിളിച്ചു പറയുന്നേ? അല്ല, അവള് ചോദിക്കുന്നതിലും കാര്യമില്ലേ? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ അവൾക്കും അവകാശമുണ്ട്. ഓ, അത് ശരി. അപ്പൊ കൂട്ടത്തോടെയുള്ള ആക്രമണമാണല്ലേ? അല്ല, എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി ചില കാര്യങ്ങൾ പറയാം. വേലായുധൻ എന്റെ സുഹൃത്താ. അവന്റെ മോളുടെ കല്യാണത്തിനായി ഞാൻ പൈസ വിഷ്ണുവോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വിഷ്ണു കൊടുക്കാന്നും പറഞ്ഞതാ. പക്ഷെ അതിനിടയിൽ അയാളെ ആരോ കുത്തി. അതിന്റെ പേരിലുണ്ടായ പുകിലാണ് ഇവിടെ ഇപ്പൊ കണ്ടതൊക്കെ. ആരാ ഈ നസീർ? അയാളെ ആരാ കൊന്നത്? നിന്റെ അച്ഛൻ. ഗോപാലേട്ടാ, നീ ആരോടെന്ന് വെച്ചാ പറ.
ഈ ഞാനടി കൊന്നത്. ഒരു പോലീസ് ഓഫീസർ വന്നേക്കുന്നു. ദേ ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന്. അമ്മയും അച്ഛനെ കുറ്റവാളിയെ കാണുന്ന ഒരു മക്കളും ഞങ്ങൾക്ക് വേണ്ട. ഒരാളും ഞങ്ങളുടെ കാര്യം തിരക്കി ഇങ്ങോട്ട് വരികയും വേണ്ട. മക്കളാണത്ര മക്കളും. അച്ഛനും അമ്മേനെയും ജയിലിൽ കയറ്റാൻ വേണ്ടി നടക്കുന്ന മക്കള്. ഈ ഞാനടി കൊന്നത്. ഗോപാലട്ടെ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? ഞാൻ പിന്നെ എന്ത് പറയണമെന്ന ശാരദ നീ പറയുന്നത്? പോലീസുകാർ ചോദ്യം ചെയ്യും, അത് അവരുടെ ജോലിയുടെ ഭാഗമാണെന്ന് കണക്കാക്കാം. നാട്ടുകാർ ചോദ്യം ചെയ്യും, അത് നമ്മുടെ തകർച്ച കാണാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് കണക്കാക്കാം. മക്കളോട് ചോദ്യം ചെയ്താലോ? അങ്ങനെയുള്ള മക്കൾ ഇവിടെ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ.